വരുന്ന ഒരു വാർത്തയിലേക്കാണ്. എറണാകുളത്ത് 4 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതി BK സുബ്രഹ്മണ്യനെതിരെ സംഘടനാ നടപടിയുമായി ഫെഫ്ക. സുബ്രഹ്മണ്യനെ മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെ സംഘടനയിൽ നിന്ന് പുറത്താക്കി. പോക്സോ വകുപ്പ് ചുമത്തി ഈ മാസം 15-നാണ് പോലീസ് കേസെടുത്തത്. അഞ്ജലി ശ്രീജിത രാജ് നൽകും കൂടുതൽ വിവരങ്ങൾ. അഞ്ജലി, ഗുഡ് ഈവനിംഗ്. സംഘടനയിൽ നിന്ന് പുറത്താക്കണമെന്ന ആവശ്യം ഉയർന്നിരുന്നു എങ്കിലും രാഷ്ട്രീയ സ്വാധീനം മൂലം പുറത്താക്കിയില്ല എന്ന വിമർശനവുമൊക്കെ വന്നതാണ്. ഇപ്പോൾ ഫെഫ്ക നടപടിയെടുക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? അതെ, തീർച്ചയായും സുജയ, വലിയ രീതിയിലുള്ള വിവാദമായിരുന്നു. കൂടാതെ പോക്സോ കേസിൽ പ്രതിയായി റിമാൻഡിൽ കഴിയുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ ഇതുവരെയും ഈ ഒരു സംഘടനാ ഭാരവാഹിത്വത്തിൽ നിന്നും പുറത്താക്കിയിട്ടില്ല. ഈ മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെയും ഹെയർ സ്റ്റൈലിസ്റ്റുകളുടെയും സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവും ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. ഈ കാര്യത്തിലാണ് ഇപ്പോൾ ഫെഫ്ക ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഇയാളെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ അത്രമാത്രം നടപടിയാണ് ആദ്യഘട്ടത്തിൽ സ്വീകരിക്കാൻ കഴിയൂ എന്നതാണ് സിബി മലയിൽ അടക്കമുള്ള ഈ ഫെഫ്കയുടെ ഭാരവാഹികൾ വ്യക്തമാക്കിയത്. കൂടാതെ കഴിഞ്ഞ ദിവസവും ഈ രീതിയിൽ, അതായത് ഹെയർ സ്റ്റൈലിസ്റ്റുകളുടെയും മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെയും സംഘടനയിലെ സ്ത്രീകളടക്കം സമരം ചെയ്തിരുന്നു. ഈ സമരത്തിലും ഉന്നയിച്ച ഒരു പ്രധാന വിഷയം ഇത് തന്നെയായിരുന്നു. അതായത് കുറ്റാരോപിതരായിട്ടുള്ള ആളുകളെ ഇപ്പോഴും ഫെഫ്ക സംരക്ഷിക്കുന്നു എന്ന നിലപാടായിരുന്നു, എന്നൊരു ആരോപണമായിരുന്നു ഈ ഒരു സംഘടനയ്ക്കെതിരെ ഉന്നയിച്ചത്. കൂടാതെ WCC അടക്കമുള്ള സംഘടനകളും സോഷ്യൽ മീഡിയയിലടക്കം ഇത്തരത്തിലുള്ള പരാമർശവുമായി രംഗത്ത് വന്നിരുന്നു. ഇതിനെല്ലാം ഒടുവിലാണ് ഇപ്പോൾ ഈ ഒരു സമരം, അതായത് ഈ സ്ത്രീകൾ മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെ സംഘടനയിൽ ഉൾപ്പെട്ട സ്ത്രീകളുടെ സമരം അവസാനിപ്പിച്ചപ്പോൾ അവർക്ക് നൽകിയ ഉറപ്പാണ് ഇയാളെ പുറത്താക്കി എന്ന് പറഞ്ഞുകൊണ്ട്. അതാണ് നമുക്കിപ്പോൾ ഇപ്പോൾ സിബി മലയിൽ അടക്കമുള്ളവർ മാധ്യമങ്ങളെ കാണുമ്പോൾ നമ്മോട് പറഞ്ഞിട്ടുള്ളത്. ഈ 4 വയസ്സുകാരിയെ പീഡിപ്പിച്ച ഈ കേസിൽ റിമാൻഡിൽ കഴിയുന്ന BK സുബ്രഹ്മണ്യൻ എന്ന വ്യക്തിയെ ഫെഫ്കയുടെ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്നും കൂടാതെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയിരിക്കുകയാണ്. ഓക്കെ, അഞ്ജലിയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. 4 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിലാണ് ഫെഫ്ക ഇപ്പോൾ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സുബ്രഹ്മണ്യനെ പുറത്താക്കിയിരിക്കുന്നത്.